ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ള ഈ റോസ് പൂക്കളുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു റോസ് പൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ടോട്ടൽ 40 പെറ്റൽസ് ആണ് വേണ്ടത്. അതിന് നമ്മൾ 5 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യണം. അതിൽ ഓരോ സെറ്റിലും നമുക്ക് 8 പെറ്റൽസ് വീതമാണ് വേണ്ടത്. നമുക്ക് ലാർജസ്റ്റ് പെറ്റലാണ് വേണ്ടത്. അതിനായിട്ട് 7 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിലുള്ള ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കണം. അങ്ങനത്തെ 8 പീസാണ് വേണ്ടത്. ഇനി സെക്കൻഡ് നമുക്ക് വേണ്ടത് 6 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിലുള്ളൊരു സ്ക്വയറാണ്. അതും 8 പീസ് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി തേർഡ് നമുക്ക് 5 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിലുള്ള മീഡിയം സൈസ് പെറ്റലാണ് വേണ്ടത്. അതും 8 പീസ് കട്ട് ചെയ്തെടുക്കാം. ആൻഡ് ഫോർത്ത് നമുക്ക് വേണ്ടത് സ്മോൾ പെറ്റൽസ് ആണ്. അത് നമ്മൾ 4 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിൽ 8 പീസ് കട്ട് ചെയ്യാം. ഇനി ഫൈനലി നമുക്ക് സ്മോളസ്റ്റ് പെറ്റലാണ് വേണ്ടത്. അതിന് 3.5 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിൽ വരുന്ന ഒരു സ്ക്വയർ കട്ട് ചെയ്യണം. അതും 8 പീസ് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് പെറ്റലിൻ്റെ ഷേപ്പ് വരച്ച് കട്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു സ്ക്വയർ എടുക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ പകുതിയായിട്ട് മടക്കാം. സെൻറ്റർ അടയാളപ്പെടുത്താം. അതുകൂടാതെ ഇവിടെ നമ്മളൊരു 0.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി ഈ രണ്ട് പോയിന്റുകളെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതേമാതിരി ഈ മുകൾ ഭാഗത്ത് നമ്മളൊരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇതേമാതിരി എല്ലാ പെറ്റൽസും കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് കളർ ചെയ്യുന്നതെന്നാണ്. അതിന് മുൻപായിട്ട് നമ്മൾ ഇതിനൊരു ഷേപ്പ് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ലാർജസ്റ്റ് പെറ്റൽ എടുക്കാം. അതിൽ ഫസ്റ്റ് 4 പെറ്റൽസ് എടുത്ത ശേഷം അതിനെ നമ്മൾ ഈ ഒരു വാട്ടറിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിലേക്കത് റോൾ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിത് സ്ക്യൂസ് ചെയ്തെടുക്കാം. നമുക്ക് ഇങ്ങനെയൊരു ഷേപ്പ് കിട്ടും. ഇങ്ങനെ നമ്മൾ എല്ലാ പെറ്റൽസും ഇങ്ങനെ ഒരു 4 പെറ്റൽസ് വീതം എടുത്തിട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് ഇതേമാതിരി ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് കളർ ചെയ്യാൻ പോകുന്നത്. കളർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രീംസൺ റെഡ് കളറാണ് ആദ്യം എടുക്കേണ്ടത്. ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഒരു എഡ്ജിൽ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു ലൈറ്റ് പിങ്ക് കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പിങ്ക് കളർ എടുത്ത ശേഷം അത് നന്നായിട്ട് വാട്ടറിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ലൈറ്റ് കളറാക്കി എടുത്ത ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആവാൻ വെക്കണം. ഈ ഡ്രൈ ആയ ശേഷം മാത്രമാണ് ഈ നമ്മൾ ഡാർക്ക് പിങ്ക് കളർ ഇതിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഡ്രൈ ആയ ശേഷമാണ് നമ്മൾ ഈ ഡാർക്ക് പിങ്ക് കളർ ഇതിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഡ്രൈ ആവാൻ വെക്കണം. ഇത് ഓൾറെഡി ഡ്രൈ ആയിട്ടുള്ളതാണ്. ഇതേമാതിരിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിനെങ്ങനെയാണ് ഷേപ്പ് കൊടുക്കുന്നതെന്നാണ് നോക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് എടുക്കാം. ഈ ഒരു പെറ്റലിൻ്റെ ബാക്ക് സൈഡ് എടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. ഈ റോൾ ചെയ്ത് കൊടുത്ത ശേഷം നമ്മളിതാ ഇതേമാതിരി ഒരു ടവൽ എടുത്ത ശേഷം എന്നിട്ട് ഇത് നന്നായിട്ട് ഈ ടവൽ ഇതിലേക്ക് ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് കൊടുക്കും. ഇതേമാതിരി വേണം നമ്മൾ എല്ലാ പെറ്റൽസും ഷേപ്പ് ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്ത ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ചെറുതിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഒരു പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു എഡ്ജിൻ്റെ ഈ അടുത്ത് പിടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ബാക്കോട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ബാക്കോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ടടുത്ത് പിടിച്ച് വീണ്ടും ബാക്കോട്ടേക്ക് പ്രസ് ചെയ്യാം. നമ്മൾ വീണ്ടും ബാക്കോട്ടേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതേമാതിരി തന്നെ ഇവിടെയും ചെയ്യാം. നമ്മളിവിടെ പിടിക്കുക, അത് ബാക്കോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സെയിം ഷേപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പെറ്റലിൻ്റെ ഇവിടെ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം ഈ വേവ്സ് പോകാത്ത തരത്തിൽ തന്നെ നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ട് ബാക്കോട്ടേക്ക് ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പെറ്റൽ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതേമാതിരി ഫുൾ പെറ്റൽസും ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ലീവ്സ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ്. 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിലുള്ള ഒരു ഗ്രീൻ പേപ്പർ ഇതേമാതിരി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതിനെ പകുതിയായിട്ട് മടക്കണം. പകുതിയായി മടക്കിയ ശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്താം. ഇവിടെ ഇതിൻ്റെ അടിഭാഗത്ത് നിന്നൊരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കണം. സെൻറ്ററിലേക്ക് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു റൗണ്ട് ഷേപ്പ് ഇതേമാതിരി ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഈ ഒരു 2 സൈഡിലേക്ക് ഒരു ലീഫിൻ്റെ ഷേപ്പ് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ നല്ല ഷേപ്പ് വരച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഇതാണ് നമ്മുടെ ലീഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നടുവിൽ നമ്മൾ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് രണ്ടും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു വയർ വെച്ചിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാൻ. ഇതേമാതിരി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് സ്മോൾ ലീവ്സ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് 5 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിലുള്ള ഒരു പേപ്പറാണ് എടുക്കേണ്ടത്. അതിന് എന്നിട്ട് നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്റർ ഇവിടെ അടയാളപ്പെടുത്താം. എന്നിട്ട് നമ്മൾ ഇവിടെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഈ മുകൾ ഭാഗത്തേക്ക് നമ്മൾ ഇതേമാതിരി ഒരു ലീഫിൻ്റെ ഷേപ്പ് ഇതേമാതിരി വരച്ചിട്ട് ഇതിൽ ചെറിയ ഷേപ്പുകൾ ഇങ്ങനെയും കൊടുക്കണം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതേമാതിരിയുള്ള 2 ലീവ്സാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ ലീവ്സിന് എങ്ങനെയാണ് ഷേപ്പ് കൊടുക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഫോം പാഡാണ് എടുക്കേണ്ടത്. ഈ ഫോം പാഡ് എടുത്ത ശേഷം നമ്മളിതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഈ ഒരു സൂചി ഉപയോഗിച്ച് പ്രസ് ചെയ്ത് ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കാം. ഇതേമാതിരിയാണ് നമ്മളൊരു ലീഫ് റെഡിയാക്കി എടുക്കുന്നത്. ഇങ്ങനെ 3 ലീവ്സാണ് നമുക്ക് വേണ്ടത്. ഇതിൽ 2 ചെറുതും 1 വലുതുമാണ് നമുക്ക് വേണ്ടത്. ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം. ആദ്യം 7 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിലുള്ള ഒരു സ്ക്വയർ എടുക്കാം. എന്നിട്ട് നമ്മളതിനെ ക്രോസ് ചെയ്ത് മടക്കാം. നമുക്കൊരു ത്രികോണം ലഭിക്കും. ഇനി നമ്മളിതിനെ വീണ്ടും ഒന്ന് മടക്കുകയാണ്. ഇതിൻ്റെ നേർ പകുതിയായിട്ട് മടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൊരു ലൈന് കാണാം. എന്നിട്ട് ഈ ഒരു എഡ്ജ് എടുത്ത ശേഷം ഈ ഒരു സെൻറ്ററിലുള്ള ലൈനിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ സെൻറ്ററിലൊരു ലൈൻ, ഇപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഒരു ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലൈനിലേക്ക് ഈ ഒരു ഭാഗം മൊത്തം വരുന്ന രീതിയിൽ നമ്മൾ മടക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 ലൈൻസാണ് കാണാൻ കഴിയുന്നത്. ഇനി ഈ ഒരു എഡ്ജ് എടുത്തിട്ട് ഇതിലുള്ള ആദ്യത്തെ ലൈൻസിൻ്റെ ഇവിടേക്ക് നമ്മൾ വെച്ച് കൊടുക്കണം. അതേമാതിരി ഈ ഒരു എഡ്ജ് എടുത്ത ശേഷം ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിൻ്റെ പകുതിയായിട്ട് നമ്മളിതിനെ മടക്കുകയാണ് ചെയ്യേണ്ടത്. വെച്ച് കൊടുക്കണം. ഇതേ ഒരു ഷേപ്പാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിൽ ഗ്രീൻ കളർ പെയിൻ്റ് അടിക്കുക. ഇതേമാതിരി നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിനൊരു ഷേപ്പ് കൊടുക്കണം. ഈ സെപ്പലിന് എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം.
ബോൾ ടൂളാണ് എടുക്കേണ്ടത്. ഈ ബോൾ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മളിതിൽ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ എഡ്ജിൽ ചെറിയ കട്ടിങ്സ് ഇതേമാതിരി ഇങ്ങനെ കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോള് വേണം. അതിനായിട്ട് നമുക്കിത് പഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെപ്പൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെപ്പലിൻ്റെ ഈ ഒരു എഡ്ജിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ സെപ്പൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ റോസിൻ്റെ ബഡ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ബഡിലേക്കാണ് നമ്മൾ ഈ പെറ്റൽസ് എല്ലാം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വലിയൊരു ബഡാണ് വേണ്ടത്. അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മളൊരു വയർ എടുക്കണം. ഇതേമാതിരി ഒരു വയർ എടുക്കാം. ഈ ഒരു വയർ എടുത്ത ശേഷം നമുക്ക് വേണ്ടത് 60 സെൻറ്റിമീറ്ററും അതേമാതിരി 3 സെൻറ്റിമീറ്ററും മെഷർമെൻറ്റുള്ള ഇതേമാതിരിയുള്ള സ്ട്രിപ്പാണ് നമുക്ക് വേണ്ടത്. ഇതൊരു ന്യൂസ് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൽ ചുറ്റുമായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇത് ഫുള്ളായിട്ടൊന്ന് ഇതിലേക്ക് റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേമാതിരിയുള്ള 4 സ്ട്രിപ്സ് ആണ് നമുക്ക് വേണ്ടത്. ഇതിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് താഴത്തേക്ക് വന്ന് ഇവിടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോയി താഴത്തേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഇവിടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവന്ന് താഴത്തേക്ക് കൊണ്ടുവന്ന് ഈ രീതിയിൽ വേണം നമ്മളിത് റോൾ ചെയ്തെടുക്കാം. അടിഭാഗത്തെത്തുമ്പം അതൊന്ന് ട്വിസ്റ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോവുക. ആ രീതിയിൽ വേണം നമ്മൾ റോൾ ചെയ്തെടുക്കാം. ഈ ലാസ്റ്റ് സ്ട്രിപ്പ് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. നമ്മളിതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ പെറ്റൽസ് വീതം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത് സ്മോളസ്റ്റ് പെറ്റൽസ് ആണ്. 3.5 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിൽ വരുന്ന സ്മോളസ്റ്റ് പെറ്റൽസ് എടുക്കാം. എന്നിട്ട് നമ്മളിതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ചെറിയൊരു ഭാഗം വിട്ടിട്ട് വേണം ഇതേമാതിരി ഇങ്ങനെ ചെയ്യാൻ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അടുത്ത പെറ്റലെടുത്ത് സ്റ്റിക്ക് ചെയ്യാം. അടുത്ത പെറ്റൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് പെറ്റലിൻ്റെ ഒരു ഹാഫിൽ നിന്ന് വേണം അടുത്ത പെറ്റൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. ഫസ്റ്റ് പെറ്റലിൻ്റെ പകുതി അവിടെ നിന്ന് തുടങ്ങിയിട്ട് വേണം സെക്കൻഡ് പെറ്റൽ നമ്മൾ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ വേണം ഫുൾ പെറ്റൽസും സ്റ്റിക്ക് ചെയ്തെടുക്കാൻ. ഒരു 8 പെറ്റൽസും ഇതേമാതിരി സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഈ ഒരു ഹാഫിൽ നിന്ന് വേണം അടുത്തത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. ഇതിൻ്റെ ലാസ്റ്റ് പെറ്റലെത്തുമ്പം ഈ ഒരു പെറ്റൽ കുറച്ചൊന്ന് പൊന്തിച്ച ശേഷം ഈ ഒരു പെറ്റൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മളിതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ സെൻറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്മോൾ പെറ്റൽസ് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്മോൾ പെറ്റൽസ് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കുറച്ച് മുകളിലായിട്ട് വേണം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ.